യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസക വ്യാഴം ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ ഉൾപ്പെടെ പ്രധാനപ്പെട്ട പ്രത്യേക ചടങ്ങുകൾ നടക്കുകയാണ്. കാക്കനാട് മൗണ്ട് സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്ന് ആൻമരിയ സണ്ണിയും അതുപോലെ തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനും തത്സമയം ചേരുന്നു. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ ലൂർദ് കത്തീഡ്രലിൽ? SKN അല്പസമയം മുൻപ്, അതായത് ഏതാണ്ട് ഒരു 6:30 മണിക്ക് തുടങ്ങിയ ചടങ്ങുകളാണ്. അത് ഒരു 7:30 മണിയോടുകൂടിയാണ്, അല്പസമയം മുൻപാണ് ബിഷപ്പ്, തൃശ്ശൂർ അതിരൂപത ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകലിൻ്റെ പ്രതീകാത്മകമായി ആളുകളുടെ കാൽ കഴുകി ശുശ്രൂഷ നടത്തിയത്. പള്ളിയിലെ പിതാക്കന്മാർ, അതുപോലെ തന്നെ പള്ളിയിലെ വികാരികൾ തന്നെയായിരുന്നു ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇരുന്നിരുന്നത്. എന്തായാലും അല്പസമയം മുൻപ് അതിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കി ഇപ്പോൾ കുർബാന നടക്കുകയാണ്. ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. FCRA അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ മാർ ആൻഡ്രൂസ് താഴത്ത് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അല്പസമയം മുൻപ് ആരംഭിച്ച ചടങ്ങുകൾ തുടരുകയാണ്. ഇന്ന് പെസഹ വ്യാഴം അന്ത്യ അത്താഴത്തിൻ്റെ സ്മരണ പുതുക്കി നാളെ പീഡ ഓർമ്മകൾ ആയി ദുഃഖവെള്ളി ക്രൈസ്തവർ ആചരിക്കുകയാണ്. എന്തായാലും ഈ നോമ്പുകാലത്ത് തന്നെ കൃത്യമായ രീതിയിൽ അവർക്ക് ഒരു ഈ FCRA നിയമവുമായി ബന്ധപ്പെട്ട ആവലാതികളുണ്ട്, ആശങ്കകളുണ്ട്. അത് തുറന്നു പറഞ്ഞിരുന്നു. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണവും ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.